So നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. Solve the problem graphically. Maximize z equal to 60x1 plus 40x2 subject to 2x1 plus x2 less than or equal to 60, x1 greater than x1 less than or equal to 25, x2 less than or equal to 35, x1 greater than or equal to 0, x2 greater than or equal to 0. So ആദ്യം നമുക്ക് നോക്കാം. മാക്സിമൈസ് z ഈക്വൽ ടു 60x1 പ്ലസ് 40x2 അതാണ് നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സബ്ജക്റ്റ് ടു സർട്ടൺ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. കണ്ടീഷൻസ് നോക്കിയാൽ അറിയാം അത് ഇനീക്വാലിറ്റീസ് ആണ്. എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾസ് ആണ്. കുറച്ച് വേരിയബിൾസിൻ്റെ മുന്നിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇനീക്വാളിറ്റീസ് എന്നാണ് പറയുക. ഈക്വൽ ടു സൈൻ ആണെങ്കിലാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുക. സോ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യണമെങ്കിൽ തന്നിട്ടുള്ള ഇനീക്വാളിറ്റീസിനെ ഇക്വാളിറ്റീസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അത് ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി അത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് x1 x2 രണ്ട് വാല്യൂസ് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് x1 x2 സിംപ്ലി ആദ്യം നമ്മൾ x1ന് 0 കൊടുത്തു നോക്കുക. അപ്പം x2 60 കിട്ടി. ഇനി നമ്മൾ x2ന് 0 കൊടുക്കുക. അപ്പം നമുക്ക് x1 30 കിട്ടും. ഇപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാനായിട്ട് രണ്ട് വാല്യൂസ് കിട്ടി. ഇനി അടുത്തത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ആണ്. അത് ഈക്വൽ ടു കൊടുക്കുക. x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 ആണ്. അതും ഈക്വൽ ടു കൊടുക്കുക. സോ നമുക്ക് 3 ഇക്വേഷൻസ് ആയി. ഇനി അത് അടയാളപ്പെടുത്തുക ഗ്രാഫിൽ. ആദ്യം x1 ഈക്വൽ ടു 25. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് ആണ് x1 എന്ന് വിചാരിക്കുക. 25 അടയാളപ്പെടുത്തി ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്യുന്നത് നന്നായിരിക്കും, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി x2 അതായത് y ആക്സിസിൽ നമ്മൾ x2 അടയാളപ്പെടുത്തുന്നു 35. സോ x2 ഈക്വൽ ടു 35. സോ അത് ജസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി ഇതുപോലെ ലേബൽ ചെയ്യുന്നത് നന്നായിരിക്കും. സോ x2 ഈക്വൽ ടു 35 അത് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി തന്നിട്ടുള്ള ഇക്വേഷൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 ആണ്. സോ x1 0 ആകുമ്പോൾ x2 60 ആണ്. സോ അത് അടയാളപ്പെടുത്തി. അതുപോലെ x1 30 ആകുമ്പോൾ x2 0. സോ അതും അടയാളപ്പെടുത്തി. ഈ x1 x2 എന്നുള്ളത് x1 x ആക്സിസും x2 y ആക്സിസും ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ രണ്ട് പോയിൻറ്റ്സ് കിട്ടി, അതും കണക്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. സോ 3 ഇക്വേഷൻസും നമ്മളിപ്പം ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ലേബൽ ചെയ്യാം. അപ്പം 3 ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലേബൽ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട ഫീസിബിൾ റീജിയൻ ഏതാണെന്ന് നോക്കുക എന്നുള്ളതാണ്. സോ നമുക്കറിയാം 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. സോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ലൈനിന് താഴേക്കുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അതിൻ്റെ താഴേക്കുള്ള റീജിയൻ ആയിരിക്കും ആ ലൈനിൻ്റെ ഫീസിബിൾ റീജിയൻ. സോ നമ്മൾ ഡൗൺവേർഡ്സിൽ ഒരു ആരോ മാർക്ക് കാണിക്കുക താഴോട്ട് എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ x1 ഈക്വൽ ടു 25 ആണ്. അതും x1 ലെസ് ദാൻ ആണ്. സോ ആ തന്നിട്ടുള്ള ലൈൻ നമ്മൾ വരച്ചിട്ടുള്ള ലൈനിൻ്റെ താഴേക്കായിരിക്കും അതിൻ്റെ ഫീസിബിൾ റീജിയൻ. ഇനി x2 ഈക്വൽ ടു 35. സോ അതിൻ്റെയും x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 ആണ്. സോ അതും ആ ലൈനിൻ്റെ താഴേക്കായിരിക്കും അതിൻ്റെ ഫീസിബിൾ റീജിയൻ. സോ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ x1ന്
25-ന് താഴെയുള്ള അല്ലെങ്കിൽ 25 ഉൾപ്പെടെ 25-ന് താഴെയുള്ള എല്ലാ വാല്യൂസും ആയിരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുപോലെ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35-ന് താഴെയുള്ള അല്ലെങ്കിൽ 35 ഉൾപ്പെടുന്ന 35-ന് താഴെയുള്ള വാല്യൂസ് മാത്രമാണ് x2 സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ നമ്മൾ ഈ 3 ലൈൻസും ൻ്റെയും കോമൺ റീജിയൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും. 3 ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും. ആ 3 ലൈൻ്റെയും കോമൺ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ 3 ഇക്വേഷൻ്റെയും കോമൺ വാല്യൂസ് കിടപ്പുള്ളത് ആ പറഞ്ഞിട്ടുള്ള റീജിയൻ, അതിനെ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയാം. ജസ്റ്റ് ആ റീജിയണ് നമ്മൾ ലേബൽ ചെയ്യുന്നു. OPQRS. നമുക്ക് ഏകദേശം ഒരു 5 കോർണേഴ്സ് ഉണ്ട്. സോ അതൊന്ന് ലേബൽ ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് റാൻഡമായിട്ടൊരു OPQRS ജസ്റ്റ് ഒരു പേര് കൊടുത്തു. സോ ഇനി നമുക്ക് നോക്കാം, മാക്സിമൈസ് ചെയ്യാനാണ് അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടെത്താനാണ് അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്, സെഡിൻ്റെ മാക്സിമം വാല്യൂ. സോ നമ്മൾ റാൻഡമായിട്ട് കൊടുത്ത ആ 5 കോർണേഴ്സ് അല്ലെങ്കിൽ 5 കോർഡിനേറ്റ്സ്, ആ ജസ്റ്റ് പോയിൻറ്റ്സ് നമ്മൾ എഴുതുന്നു. ഒരു ടേബിളാക്കി എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സോ ജസ്റ്റ് നമ്മൾ ഓരോ കോളംസ് ഉണ്ടാക്കും, പോയിൻറ്റ്സ്, അതുപോലെ x1 x2 2 വേരിയബിൾസ്, ദെൻ z, അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 60x1 പ്ലസ് 40x2. ഓക്കെ, ജസ്റ്റ് ഒരു ടേബിളാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഓരോ കോർണേഴ്സ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ കോർണേഴ്സും അത് ജസ്റ്റ് അവിടെ പോയിൻറ്റ്സ് എഴുതുക, OPQRS, പിന്നെ ഓരോന്നിൻ്റെയും കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തുക. അത് x1 x2. അത് O എന്ന് പറഞ്ഞ പോയിന്റിൽ x1 വാല്യൂ എത്ര, x2 വാല്യൂ എത്ര, P എന്ന് പറഞ്ഞ പോയിന്റിൽ x1 വാല്യൂ എത്ര, x2 വാല്യൂ എത്ര. നമുക്ക് ഗ്രാഫിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ ജസ്റ്റ് അതൊന്ന് ഇവിടെ എന്യൂമറേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ O എന്ന് പറഞ്ഞ ഒറിജിനാണ്, നോക്കേണ്ട കാര്യമില്ല. x1ഉം 0 ആണ്, x2ഉം 0 ആണ്. സോ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? Q മാറുകയാണ് നമുക്ക് അറിയാത്തത്, ബാക്കിയെല്ലാം ഏകദേശം നമുക്ക് അറിയാം. അപ്പോൾ P എന്ന് പറയുന്നത് ഏകദേശം 0 35 ആയിരിക്കും. S എന്ന് പറയുന്നത് 25 0, റൈറ്റ്. ഇനി Q മാറുമാണ് നമുക്ക് കിട്ടാനുള്ളത്. Q ആറും അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താനായിട്ട് വഴി എന്ന് പറയുന്നത് ആ Q എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 ലൈൻസാണ്. നോക്കിയാൽ അറിയാം, x2 ഈക്വൽ ടു 35ഉം 2x1 പ്ലസ് x2 ഈക്വൽ ടു 60ഉം. സോ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എഴുതി, x2 ഈക്വൽ ടു 35. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2ൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം, x2 ഈക്വൽ ടു 35 ആണ്. x1 ഏതാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സോ ജസ്റ്റ് x2 ഈക്വൽ ടു 35 എന്നുള്ളിടത്ത് ആ വാല്യൂ നമ്മൾ x1 പ്ലസ് x2 ഈക്വൽ ടു 60യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടും. സോ അതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. 2x1 പ്ലസ് 35 ഈക്വൽ ടു 60 എന്ന് കിട്ടും. സോ 2x1 ഈക്വൽ ടു 60 മൈനസ് 35, റൈറ്റ്, 25 കിട്ടും. So x1 equal to 25 by 2, that is 12.5. So x1 12.5 ആണ്, x2 35 ആണ്. സോ അത് നമ്മൾ ജസ്റ്റ് അവിടെ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് 6 ആണ് കിട്ടാനുള്ളത്. 6ഉം ഇതുപോലെ 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. സോ അഗൈൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, ദെൻ
x1 ഈക്വൽ ടു 25. സോ ഇവിടെ നമുക്ക് x1 അറിയാം, x2 അറിയില്ല. സോ അതിനുവേണ്ടി വീണ്ടും തന്നിട്ടുള്ള ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് അത് എഴുതുക. 2x1 plus x2 equal to 60. Then x1 equal to 25. Right. സോ നമുക്ക് x1 equal to 25 അറിയാം. അത് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ടു ഇൻറ്റു 25 പ്ലസ് x2 equal to 60. സോ 50 പ്ലസ് x2 equal to 60 ആയിരിക്കും. സോ x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. സോ അത് നമുക്ക് കിട്ടി. സോ അതൊന്ന് ജസ്റ്റ് കോർഡിനേറ്റ്സ് ഒന്ന് എഴുതാം. 25, 10. സോ നമുക്കിപ്പോൾ എല്ലാ പോയിൻറ്റ്സിലെയും കോർഡിനേറ്റ്സ് എക്സാക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഓ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഒറിജിനാണ് 0, 0. പി നമുക്ക് കിട്ടിയിട്ടുണ്ട് 0, 35 ആണ്. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് x1ൻ്റെ വാല്യൂ 12.5, അതുപോലെ 35 ആണ്. അതുപോലെ ആർ എന്ന് പറയുന്നത് 25, 10. ദെൻ എസ് എന്ന് പറയുന്നത് 25, 0. ഇനി നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വാല്യൂസ് കൊടുക്കുക. ഓ 0 ആയിരിക്കും, രണ്ട് വാല്യൂ x1, x2 0 ആണ്. ഇനി പി എന്ന് പറയുന്നത് x1 0 ആണ്, x2 35 ആണ്. റൈറ്റ്. സോ 60 ഇൻറ്റു 0, x1 0 ആണ്, പ്ലസ് 40 ഇൻറ്റു 35, x2 35 ആണ്. സോ അത് ഏകദേശം 1400, 1400 കിട്ടും. അതുപോലെ ക്യൂ 60 ഇൻറ്റു x1 വാല്യൂ 12.5 ആണ്, പ്ലസ് 40 ഇൻറ്റു 35. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൻ്റെ z വാല്യൂ ദാറ്റ് ഈസ് 2150. ദെൻ ആറ് 60 ഇൻറ്റു 25 പ്ലസ് 10 ഇൻറ്റു 40, 40 ഇൻറ്റു 10 ഈക്വൽ ടു 1900. ഇനി എസിൻ്റെ വാല്യൂ x1, x2, x1 25 ആണ്, x2 0 ആണ്. സോ 60 ഇൻറ്റു 25 എന്ന് എഴുതിയാൽ മതി, കാരണം x2 0 ആണ്. സോ നമുക്ക് ഏകദേശം 1500 ആയിരിക്കും ആൻസർ കിട്ടുക. നമുക്ക് വേണ്ടത് ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ, കാരണം മാക്സിമൈസ് z എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാക്സിമൈസ് z ഈക്വൽ ടു 60x1 പ്ലസ് 40x2. ഓക്കെ. സോ ഈ തന്നിട്ടുള്ള z വാല്യൂസിൽ ഏതാണ് ഏറ്റവും വലുത്? 2150 ആണ്. സോ ക്യൂ ആണത് പോയിൻ്റ്, x1 12.5 ആണ്, x2 35 ആണ്. സോ ഇതാണ് z മാക്സിമൈസ് ചെയ്യുന്ന പോയിൻ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ x1, x2 വാല്യൂസ്. ഓക്കെ.